കാരണം അയാൾക്ക് മാത്രം മറ്റേയാൾക്ക് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 100 ആൾക്ക് കൂടി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. ടെക്നിക്കൽ ഫെസിലിറ്റീസ് ആണ് അത് അതിന്റെ ലാർജർ പെർസ്പെക്റ്റീവ് ആണ് ആക്ച്വലി ഫ്രാക്ഷൻ. ഇതില് വേറെയും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബന്ധപ്പെട്ട് 2 ടേംസ് ആണ്, ഡിവൈഡഡ് ഓണർഷിപ്പും അൺഡിവൈഡഡ് ഓണർഷിപ്പും. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ ആണ്. അത് നമ്മൾ എന്താ പറയാ കുറച്ചും കൂടെ ഈ ടേംസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. ബേസിക്കലി ഞാൻ ആസ് എ നമ്മൾ LLP കോൺസെപ്റ്റ് തന്നെ എടുക്കാം. LLP കോൺസെപ്റ്റിൽ ഞാനൊരു പാർട്ട്ണർ ആവുന്നതോടുകൂടി എൻ്റെ ഹാഷിന് 10% ഇറ്റ് ഈസ് മൈ ഷെയർ. എനിക്ക് ആ ഷെയർ സബ്ജക്ട് ടു ദി വാട്ട് എവർ ദ LLP അഗ്രിമെന്റ്, അല്ലെങ്കിൽ കമ്പനിനാണെങ്കിൽ മെമ്മോറാണ്ടം വാട്ട് എവർ ഐ ക്യാൻ ട്രാൻസ്ഫർ ടു X or Y പേഴ്സൺ. എനിക്ക് എന്ത് ചെയ്യണ്ട, അഫ്താബ് എന്ന് പറയുന്നത് അനദർ പേഴ്സന്റെ കൺസെന്റ് എടുക്കണം. ലെക്ചർ 100 ആളുണ്ട്, അതിൽ ഒരാളാണ് ഞാൻ. എനിക്ക് ആ 99 ആൾക്കാരെ കൺസെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ ഫോർ ലെറ്റ്സ് പുട്ട് ഇൻ ഈസി, ഞങ്ങൾ 5 പേരും കൂടെ LLP ഉണ്ടാക്കി. അതിൽ സാധാരണ ലാൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ 5 പേര്, നാട്ടിലേക്കുള്ള പ്രാക്ടീസാണ്, നമ്മൾ 5 പേര് ഈക്വലി എന്ത് ചെയ്യും, ഈക്വലി ഫണ്ട് ഇട്ടതാണെങ്കിൽ ഒരൊറ്റ എഗ്രിമെന്റിൽ രജിസ്റ്റർ ചെയ്യും. ഇത് എനിക്ക് എന്റെ സ്റ്റേക്ക് വെക്കണമെങ്കിൽ ബാക്കി 4 ആൾക്കാരെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ, അല്ലെ? എന്റെ ഫൈനാൻഷ്യൽ റിക്വയർമെന്റോ അല്ലെങ്കിൽ അത് ഐ ആം ഇൻ ടു ദാറ്റ് സ്ട്രക്ചർ. എനിക്കത് എന്റേതായ ഒരു സാധനമായിട്ട് സെല് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആ 20% ആണെങ്കിൽ ആ 20% എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ സെൽ ടു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, സബ്ജക്ട് ടു എന്താ പറയുക നേരത്തെ പറഞ്ഞ കംപ്ലയൻസോ അല്ലെങ്കിൽ LLP അഗ്രിമെന്റോ അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിലെ ക്ലോസുകൾ. അപ്പോൾ ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. അതെ. അപ്പൊ എനിക്ക് എന്തുണ്ട് അവിടെ, എന്റെ ഷെയർ ആണ്, എന്റെ സ്പെസിഫിക് ഷെയർ ആണ്. നേരെ മറിച്ച് ആ ഹോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാവരും കൂടുതൽ ഉള്ളതാണ്. റൈറ്റ്. ആ LLP ഹോൾഡ് ചെയ്ത എല്ലാ അസറ്റും എല്ലാവരും ഡിവൈഡഡ്, ബട്ട് യുവർ ഷെയർ ഇസ് ഡിവൈഡഡ്. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആ ഷെയർ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേറൊരാൾക്ക് ടു സം എക്സ്റ്റെൻഡ് അല്ലേ? ജസ്റ്റ് അത് ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി, എനിക്ക് മനസ്സിലായതാണ്, ഒരു പ്രോപ്പർട്ടി 2 രീതിയിൽ വാങ്ങാം. ഒന്ന് നമുക്ക് നമ്മൾ 5 കൂടി പേരിൽ വാങ്ങാം. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും മറ്റേ നമുക്ക് LLP ഫോം ചെയ്തും വാങ്ങാം. പക്ഷേ LLP ഫോം ചെയ്ത് വാങ്ങുമ്പോൾ എനിക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് റൈറ്റ്സ് എനിക്ക് സെല് ചെയ്യണമെങ്കിൽ എനിക്ക് അത് റൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പേരിൽ വാങ്ങുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ഫ്രീഡം നഷ്ടപ്പെടും നമുക്ക്. അതായത് ഈ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലാൻഡ് എടുക്കുകയാണ്, കോഴിക്കോട്ടങ്ങാടിൽ ഒരു ലാൻഡ് എടുക്കുകയാണെങ്കിൽ 5 പേരുടെ ജോയിൻറ്റ് ഓണർഷിപ്പിലുള്ള ആധാര എഴുത്താണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ 4 പേര് അല്ലെങ്കിൽ 5 പേര് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നാളെ അത് പ്രോപ്പർട്ടി ഇപ്പോൾ എനിക്ക് ഇൻഡിവിജ്വലി എൻ്റെ ഇത് സെല്ല് ചെയ്യുമ്പോഴും അത് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതേ സ്ഥാനത്ത് LLP ആണെന്നുണ്ടെങ്കിൽ LLP ആണ് ഈ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത്. ഇൻഡിവിജ്വലി ഹാഷിം ആസ് എൻ ഇൻഡിവിജ്വൽ ഐ ഡോണ്ട് ഹാവ് എ ഷെയർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലാൻഡ്. അതേസമയത്ത് LLPയിലാണ് എൻ്റെ ഷെയർ ഉള്ളത്. അതുകൊണ്ട് ഈ ട്രാൻസ്ഫറബിലിറ്റി ഈസി ആയിരിക്കും ഈ എൻറ്റിറ്റി ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ആ ട്രാൻസ്ഫറബിലിറ്റിക്ക് കൺസെന്റ് ഇല്ലാന്നത് ബൈ ഡിഫോൾട്ട് ആണോ, അല്ലെങ്കിൽ അത് പെർട്ടിക്കുലർ ക്ലോസ് ആക്കി വെക്കേണ്ടതുണ്ടോ? സബ്ജക്റ്റീവ് ആണ്. LLP അഗ്രിമെന്റ് എങ്ങനെ ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മൾ ആക്ടില് ചില പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ LLP ഇല്ല, നമ്മൾ 5 ആള് കൂടി വാങ്ങിയാൽ ഐ ഓൺ സേ 20% ഈക്വലി ആണല്ലോ. എനിക്ക് ഈ 20% തേർഡ് പാർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിന് നമുക്കൊരു അതിനും പുറമെ ഒരാളുടെ കാലശേഷം ഇപ്പം ഞാൻ മരണപ്പെടുകയാണെങ്കിൽ ആ ഷെയർ എൻ്റെ ലീഗൽ ഹെയർസിലേക്ക് ബൈ ഡിഫോൾട്ടേക്ക് പോകും. അപ്പോൾ അവരുടെ കൺസെൻറ്റോട് കൂടെ പിന്നെ നമുക്ക് ഈ ലാൻഡ് പിന്നെ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു അൺഡിവൈഡഡ് ഓണർഷിപ്പിൽ ആക്ച്വലി LLPs അങ്ങനെ ഒരു എൻറ്റിറ്റി ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കമ്പനി അതെ അതെ. ലീഗൽ സെൻസിൽ ഈ ഓൾ ദീസ് കമ്പനി ഓർ LLPs പേഴ്സൺ, അതായത് എനിക്ക് പാൻ കാർഡ് ഉള്ളത് പോലെ ഫ്രം ദ ലീഗൽ പെർസ്പെക്റ്റീവ് ദാറ്റ് LLP is a person. അതിനൊരു പാൻ കാർഡ് ഉണ്ടാവും. സോ ലീഗൽ സെൻസിൽ എന്താണ്, അതൊരു ഇൻഡിവിജ്വൽ ആണ്, ഒരു ഹ്യൂമൻ ഇൻഡിവിജ്വൽ അല്ലാന്ന് മാത്രമേ ഉള്ളൂ, കോർപ്പറേറ്റ് ഇൻഡിവിജ്വൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാൻഡ് നമ്മൾ വേറെ ആൾക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജസ് ഒക്കെ വരും. LLPയിൽ എൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ, ഷെയർ എന്ന് പറയുന്നത് എഗെയിൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ കറക്റ്റ് ലീഗൽ ടേം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഇൻട്രസ്റ്റ്. എൻ്റെ നേരത്തെ പറഞ്ഞ 10% ട്രാൻസ്ഫർ ചെയ്യാൻ
സ്റ്റാമ്പ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജസ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അത് ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. പ്ലാനിങ്. ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ ഇമ്പാക്ട് ഉണ്ടോ? ക്യാപിറ്റൽ ഗെയിൻ ഇമ്പാക്ട്. ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഈ ഒരു ജോയിന്റ് ഹോൾഡിംഗ് എന്നുള്ളതിൽ ലിമിറ്റ് ചെയ്യുന്നതല്ല. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മളിവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നല്ല, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാരൊന്നുണ്ടാവും, ഇപ്പോൾ NRIസിന്റെ ആൾക്കാരുടെ ഫണ്ട് വാങ്ങിച്ച് അവരെന്ത് ചെയ്യും, ഒരു കൊമേഴ്ഷ്യൽ അയാളായിരിക്കും അത് റൺ ചെയ്യുക, അയാൾക്ക് എൻ്റെ കാര്യകർത്താവായിട്ടുണ്ടാവും അല്ലേ. ഹോൾ പബ്ലിക്കിന്റെ മുന്നിലായിക്കോട്ടെ അല്ലെങ്കിൽ ടെനൻസിന്റെ മുന്നിലൊക്കെ അയാളാണ് അത് ഓൺ ചെയ്തത്, ബാക്കി ആരും അറിയുന്നുണ്ടാവില്ല. അയാൾക്ക് കുറെ സ്വാഭാവികമായി ബാക്കിയുള്ള ആൾക്കാരൊക്കെ അയാളെ വിശ്വസിച്ചത് കൊണ്ടാണ് അങ്ങനെ ഷോ അയാൾക്ക് റൺ ചെയ്യാനും പറ്റുന്നത്. നേരെ മറിച്ച് 5 ആൾക്കാർ ഇതിൽ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ എന്താവില്ല, ഒരിക്കലും ഇത് പ്രാക്ടിക്കലി നടക്കൂല. ഇതിന്റെ ഒരു ലാർജർ ഫോർമാറ്റ് ആണ് ആക്ച്വലി ഫ്രാക്ഷൻ ഇൻവെസ്റ്റ്മെന്റ്. സിമ്പിൾ ആസ് ദാറ്റ്. ഈ കാര്യം മാനേജ്ഡ് പ്രോപ്പർട്ടി എന്നൊക്കെ നമ്മൾ ടെക്നിക്കലി ഉപയോഗിക്കുന്നതിന്റെ ഇതിന്റെ ലാർജർ ഫോർമാറ്റ് ആണ്. നേരത്തെ പറഞ്ഞ 100-150 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഒരു എക്സ്പെർട്ടൈസ്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിന് മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഈ പറയുന്ന ഇൻവെസ്റ്റർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇസ് പ്രൊട്ടക്റ്റഡ്, ബട്ട് ഓപ്പറേഷൻ ആയിരിക്കും. കാരണം മറ്റേയാൾക്ക് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 100 ആൾക്ക് കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. ടെക്നിക്കൽ ഫെസിലിറ്റീസ് ആണ് അതിന്റെ ലാർജർ പെർസ്പെക്റ്റീവ് ആണ് ആക്ച്വലി ഫ്രാക്ഷൻ. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ്, റൈറ്റ്? അല്ലെ, വലിയ പ്രൊജക്റ്റുകളിലൊക്കെ ഭാഗമാവാൻ പറ്റും. അതേ സ്ഥാനത്ത് ചെറിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ 4-5 പേരുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാഹൽ പറഞ്ഞതിൽ ആഡ് ഓൺ ഇത് തന്നെയാണ്. ഇതൊരു പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു ടീം ആ ബിസിനസ് റൺ ചെയ്യണം. അപ്പം 100 പേര് കൂടെ ഒരുമിച്ച് ഒരിക്കലും ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അത് ആ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അയാളുടെ എമൗണ്ട് സെക്യൂർഡ് ആയിരിക്കണം. അയാൾക്ക് ശേഷമുള്ള ലീഗൽ ഹെയർസിലേക്ക് അത് ലീഗലി ട്രാൻസിഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. സെല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവണം. അതേ സ്ഥാനത്ത് ഈ ഷോ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്. പ്രൊഫഷണൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കണം. നിൽക്കണ എന്താ പറയാ കാലഘട്ടത്തിൽ ഈവൻ പണ്ടത്തെ മാതിരി നമ്മൾ ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഈവൻ റെന്റ് ഔട്ട് വരാൻ ചെയ്യുന്ന ആൾക്കാർ, അത് ഇറ്റ്സ് എ സർവീസ്. അതായത് റെന്റൽ സർവീസ് ആയിട്ട് കാണുന്ന ബിൽഡിങ്ങുകൾക്കാണ് ആൾക്കാർ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ചിലപ്പോൾ അതിന് സ്ക്വയർ ഫീറ്റ് മുകളിൽ ഒരു 1 രൂപ അല്ലെങ്കിൽ 2 രൂപ സെയിം വേ എക്സ്ട്രാ കൊടുക്കാം. കാരണം ദേ വോണ്ട് എ സർവീസ് അല്ലേ. ഇപ്പൊ ഹോട്ടൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ റൂം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അത് ആസ് എ ഇൻഡസ്ട്രി അത് റൺ ചെയ്യുമ്പോൾ എന്താവുള്ളൂ, ഇത്രയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ they can't take the effort.